വളവ് അല്പം നിവരുന്നു. അപ്പൊ വാരി എല്ലിൻ കൂട് അതിങ്ങനെ ഇതാവുമ്പോ വാരി അതിന്റെ മുകളിലാണല്ലോ വാരിയല്. അതിങ്ങനെ നമ്മളിപ്പോ ശ്വാസം വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡയഫ്രം അങ്ങോട്ട് താകുന്നു, വാരി എല്ലാം അങ്ങോട്ട് ഉയരുന്നു. സെറ്റ്. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ചങ്ങാതിമാരെ നിങ്ങള്? നമ്മൾ ഇന്നിതാ SCRT പാഠഭാഗം 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്റർ പഠിക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും രസകരമായ കാര്യം, ഏറ്റവും അടുത്ത പരീക്ഷകളില് 10ഓളം PSC പരീക്ഷയിലെ ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് അധികരിച്ചു വന്നു. ചാപ്റ്ററിന്റെ പേര് മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും. വിശദമായിട്ട് 9ാം ക്ലാസ്സിലെ പാഠഭാഗത്താണ് ഈ ചാപ്റ്ററിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഈ ടോപ്പിക് പഠിക്കാനുള്ളത്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളെങ്കിലും ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കൂ നിങ്ങൾ, ഒരു ചോദ്യം 10 ചോദ്യങ്ങൾ PYQ റീസെന്റ് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പൊ ഈ ക്ലാസ് മിസ് ചെയ്യാതെ മുഴുവൻ കാണേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചില്ലേ മാർക്ക് പോകും. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കുമുള്ള ഉപകാരപ്പെടുന്ന GK കൃത്യമായിട്ട് ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സ്, അതിന്റെ എല്ലാം അടിപൊളി PDF നോട്ടൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക. അത് കിട്ടിയില്ല നിങ്ങൾ സെർച്ച് ചെയ്താലും മതി, അത് വായിച്ചു നോക്കുക കമന്റ് ബോക്സ്. ഓക്കെ, അപ്പൊ പിള്ളേരെ നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണം കേട്ടോ. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? 2024 PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് ചോദ്യം കാണുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മൾ ആസിഡ് ഭക്ഷണത്തിലൊക്കെ ഉണ്ട്, പല ആസിഡുകളിലെ, അപ്പൊ അങ്ങനെ വായിലെത്തിയിട്ട് അങ്ങനെയാണോ പല്ലിന് കേടുവരിക എന്നൊക്കെ ചിന്തിച്ചവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ പലപ്പോഴും വായിച്ചു വിടാതെ ഒഴിവാക്കുന്ന SCRTയിലെ പാഠഭാഗമുണ്ട്. ഒരു കുഞ്ഞു മോള് ഒരു ഡോക്ടറോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്റെ പിറകിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ കാണുന്നുണ്ടാവില്ല. ഞാൻ അതൊന്ന് പറയാം. ഡോക്ടർ, എന്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു, എന്താണ് ഇതിന് കാരണം? കണ്ടോ, ഒരു മോള് ചോദിക്കാണ്. അപ്പൊ ആ കൃത്യമായിട്ട് ഡോക്ടർ പറയാണ്, ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇതിന്റെ ബാക്ടീരിയകൾ പോഷണം നടത്തും, തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. ഇതാണ് പല്ലുകളെ കേടുവരുത്തുന്നത്. ഇങ്ങനെയൊന്നല്ല മോഡുലേഷൻ. നമുക്ക് ചില ഡോക്ടർമാര് അല്ലെ ഈ പരസ്യമൊക്കെ ചെയ്യുന്നതൊക്കെ അല്ലേ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ആലോചിക്കുക, അവിടെ എന്താ പറഞ്ഞത്? ഒന്നുമില്ലടാ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ആ ആഹാര പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ, അത് അവിടെ ബാക്ടീരിയാസ് വരും അല്ലെ. ആ ബാക്ടീരിയാസ് വരുന്ന സമയത്ത് അവ അവിടെ പോഷണം നടത്തും. ശ്രദ്ധിക്കണേ, ആ ഒരു വേർഡ്, ബാക്ടീരിയകൾ അവിടെ എന്ത് നടത്തും? പോഷണം നടത്തും. അവയും ജീവിക്കണ്ടേ, അവ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ ചെയ്യുന്നതിന് തൽഫലമായിട്ട് അവിടെ ഈ ബാക്ടീരിയ എന്തുണ്ടാക്കും? നമ്മുടെ പല്ലില് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കും. ശ്രദ്ധിക്കണം, അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ആസിഡ് അല്ല. അപ്പൊ ഈ ലാക്റ്റിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞതാണ്. അപ്പൊ ആ മോള് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ലാക്റ്റിക് ആസിഡ് നമ്മൾ ഒരു പ്രാവശ്യം കഴിക്കുന്ന സമയത്ത് പല്ലിനെങ്കിൽ പറ്റുമോ? അവിടെ ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ. നമ്മുടെ പല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, കാൽസ്യം സംയുക്തമാണ് ആക്ച്വലി. അപ്പൊ കാൽസ്യം സംയുക്തമായ മാർബിൾ ഒരു പരീക്ഷണം ചെയ്യുന്നതിനെ കുറിച്ച് SCRT പറയുന്നുണ്ട്. അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ ഒരു മാർബിൾ കഷ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ആസിഡിൽ മുക്കി വെക്കുക, അല്ലെങ്കിൽ ഇട്ട് വെക്കുക. സ്വാഭാവികമായിട്ട് അവിടെ രാസപ്രവർത്തനം നടക്കും. ആ കാൽസ്യം എന്ത് ചെയ്യും? ഈ ആസിഡിൽ ലയിച്ചു ചേർന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കാൽസ്യം സംയുക്തമായ നമ്മുടെ പല്ല് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ദ്രവിച്ചു തുടങ്ങും. അങ്ങനെയാണ് നമുക്ക് പല്ലിന് കേടുണ്ടാവുന്നത്. ഇപ്പോ ഈ PSC പരീക്ഷയ്ക്ക് മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നാളെ മുതൽ അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ആ പല്ലിന് ഇടക്കിടയ്ക്ക് കഴുകാനും അല്ലെങ്കിൽ വൃത്തിയാക്കണമൊക്കെ ചിന്ത വരും അല്ലെ. ചിന്ത ഓൾറെഡി നമുക്ക് അറിയുന്ന, ഞാൻ തമാശ പറഞ്ഞതാ. അപ്പൊ നോക്കൂ, അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മധുരപലഹാരം കഴിച്ചാൽ കഴുകണോ ഡോക്ടർ സാറെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കൂടുതൽ സാധ്യത, കാരണം മധുരപലഹാരം കഴിക്കുന്ന ഈ ബാക്ടീരിയ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മധുരം മാത്രമല്ല, ഏതൊരു ഭക്ഷണമാണെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് വായൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക, രാത്രി രാവിലെയും ബ്രഷ് ചെയ്യുന്നതിന്റെ പ്രസക്തമായ കാര്യങ്ങൾ അവിടെ പറയുന്നത്. പക്ഷെ നമുക്ക് ലാക്റ്റിക് ആസിഡ് എന്ന പേര് നോക്കൂ, ലാക്റ്റിക് ആസിഡ് ഇനി നിങ്ങൾ ജന്മത്തിൽ മറക്കില്ല. പലരും ഇത് അറിയാതെയൊക്കെ ചുമ്മാ അങ്ങ് എഴുതും ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അവിടെ നോക്കൂ, രണ്ടാമത്തെ ചോദ്യം, ഇതേ 2024 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ, മറ്റൊരു പരീക്ഷയുടെ, പല്ലിന്റെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? കണ്ട നിങ്ങൾ SCRT എങ്ങനെയാ ചോദിക്കുന്നത്? അപ്പൊ ഈ ഒരു SCRT ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്തൊരു 4-5 തവണയാണ് PSC ചോദിച്ചത്. 2 ചോദ്യങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ ആണോടാ? സെറ്റ് ആണോ? നമുക്ക് തുടങ്ങാം. ഇത് ഏത് ചാപ്റ്റർ ആണ്? മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്ന ചാപ്റ്റർ ആണ്. ക്ലിയർ ആണ് പിള്ളേരെ? ഇവിടെ ചെറിയ 2-3 സിമ്പിൾ പോയിന്റുകളാണ്. പോഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പോഷണം? ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ എന്ത് വിളിക്കുക? പോഷണം. ഇത് ഞാൻ പറഞ്ഞപ്പം നേരത്തെ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. എന്താ ഡൗട്ട്? ബാക്ടീരിയ, കണ്ടോ, ബാക്ടീരിയകൾ പോഷണം നടത്തുന്നു. എന്താണ് ഈ പോഷണം? പോഷകാഹാരക്കുറവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും.
ചിലർക്ക് ഈ പോഷണം എന്ന ടേം ഒരു പക്ഷേ അറിയണ്ടാവില്ല അല്ലെ. അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ നേരത്തെ കൃത്യമായിട്ട് പറയാഞ്ഞത്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പോഷണം. പോഷണം കൃത്യമാണ്. ലോകത്തുള്ള എല്ലാ ജീവികളും അല്ലെ ആഹാരം വ്യത്യസ്തമായ രീതിയിലാണ് ഭക്ഷിക്കുക. അതിന്റെ പരിപാടികളൊക്കെ അല്ലെ ഓരോന്നിനും വ്യത്യസ്തമാണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ മനുഷ്യരീരത്തെ കുറിച്ച് പഠിക്കാം. വളരെ സിമ്പിൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 7ാം ക്ലാസ്സിൽ കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇതിന്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ കീറി മുറിച്ച് പഠിക്കും. ഞാൻ തന്നെ ക്ലാസ് എടുക്കും, നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായമൊക്കെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണേ നമുക്ക് മാറ്റം വരുത്താം, ക്ലാസ് സ്ലോ ആക്കണം, നിങ്ങൾ പറഞ്ഞാൽ മതി. നോക്കൂ, നമ്മൾ ഭക്ഷണം ആഹാര സ്വീകരണം അല്ലെ, ഫസ്റ്റ് സ്റ്റേജ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കാം, റെഡി അല്ലേ? ഒരു ആപ്പിൾ ആയിക്കോട്ടെ, നമ്മൾ കഴിച്ചു തുടങ്ങണേ. ആഹാരം സ്വീകരിക്കുകയാണ്. അപ്പൊ പോഷണം എന്ന് പറയുന്നത് ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം. ക്ലിയർ ആണ്? അതിന് 5 ഘട്ടങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പോഷണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് 5 ഘട്ടങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ ഘട്ടം നമ്മൾ ആഹാരം സ്വീകരിക്കുന്ന ഘട്ടമാണ് അല്ലേ. ഇതല്ലേ, ഇതിലൂടെ എങ്ങനെ ഇടും ആ പരിപാടി മിണുങ്ങ, ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. മിണുങ്ങാന്നൊക്കെ പറയുമ്പോൾ പേടിക്കണം കേട്ടോ. ഞാൻ നാടൻ പ്രയോഗം ഉപയോഗിച്ചാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മിണുങ്ങാടാ, നീ എന്താണ് മിണുങ്ങിയെന്നൊക്കെ ചോദിക്കും. കഴിക്കുക കേട്ടോ. ഓക്കെ, ഇടക്കിടക്ക് ഇങ്ങനെ നാടൻ വാക്കുകളൊക്കെ കയറി വരും. അപ്പൊ പിള്ളേരെ, ആഹാരം സ്വീകരിക്കുക അല്ലെ, ആഹാരം സ്വീകരണം. അപ്പൊ നോക്കാം, ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ്. വായിൽ വെച്ച് ആഹാരത്തിന് എന്തൊക്കെ മാറ്റം ഉണ്ടാവും നമുക്ക് നോക്കാം. അവിടെ പല്ല് എല്ലാവർക്കും അറിയാം, സിമ്പിൾ ആണ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം മാഷ് എന്ന് പറയും. പക്ഷെ എത്ര പരീക്ഷകൾ ആ ക്വസ്റ്റ്യൻ വരെ അറിയോ? എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് വെച്ച് തെറ്റിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് പല്ലിനെ കുറിച്ച് കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് 9, 10ാം ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. പല്ലെന്ന് കേൾക്കുമ്പോൾ അവിടെ ഇനാമൽ കാണണമെങ്കിൽ പല്ലിന്റെ നെടുകളുള്ള ഛേദമാണ്. അവിടെ ചെറിയ 2 പോയിന്റ്. പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. ഇനാമൽ എന്താന്നൊക്കെ നമുക്ക് അറിയില്ല, പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പേ ഉപരിതല പാളിയാണോ, പരീക്ഷ ആളിൽ നിങ്ങൾ ചിന്തിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക, പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിന്റെ ഇനാമലാണ്. ഇതെല്ലാവർക്കും അറിയാം. അപ്പൊ പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. പല്ലിന്റെ ഉപരിതല പാളിയാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും പല്ലിന്റെ ഇനാമലാണ്. ക്ലിയർ ആണ്? പല്ലുകൾ നമുക്കറിയാം വ്യത്യസ്തമായിട്ട് നമ്മുടെ വായനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. പല ടൈപ്പ് പല്ലുകളുണ്ട്, കോമ്പല്ല്, ഉളിപ്പല്ലൊക്കെ. പക്ഷെ നമുക്ക് ഒരു മനുഷ്യന് 2 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 2 പല്ലുകളാണ് ഉണ്ടാവാറ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ജനിച്ചതിന് ശേഷം 2 സമയത്ത് 2 തരത്തിലുള്ള പല്ലുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. കുട്ടി ജനിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പല്ലുകളെ നമ്മൾ പാൽപ്പല്ലുകൾ എന്ന് വിളിക്കും. നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ കുഞ്ഞിന് ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ, അപ്പൊ 2 സമയത്താണ് നമുക്ക് പല്ല് വരിക എന്ന് പഠിക്കണേ. പാൽപ്പല്ലുകള്, അതിനാണ് മിൽക്ക് ടീത്ത്. എന്തൊക്കെയാ പറയുന്നത്? ഏകദേശം ഒരു 6 മാസം പ്രായമാകുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കും, അയ്യോ എന്റെ കുഞ്ഞിന് നേരത്തെ വന്നിരുന്നല്ലോ, എന്റെ മോന് ഒരു 4-2 മാസം എന്തോ സമയത്ത് അവള് പറയുന്നത് കേൾക്കാം. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്തിലെ പാല് കൊടുക്കുമ്പോൾ അമ്മമാർക്ക് കടിയൊക്കെ കിട്ടും. അതൊക്കെ അനുഭവമുള്ളവരൊക്കെ ഉണ്ട് ഒരു പക്ഷേ കാണുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പല ടൈമിലാണ്, കാരണം 6 മാസമാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുന്ന സമയമാണല്ലോ അല്ലെ. പക്ഷെ അതുവരെ അതിന് മുമ്പൊക്കെ പാല് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം അതിനകത്ത് നേരത്തെ വരും കേട്ടോ. പക്ഷെ ആവറേജ് ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പാല്, ഈ പറയുന്ന പാൽപ്പല്ല് മുളയ്ക്കുക. അപ്പൊ അത് കൃത്യമായിട്ട് ആ ടൈമൊക്കെ പഠിച്ചു വെക്കണേ. ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടോ, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഈ പല്ലുകളാണ് മിൽക്ക് ടീത്ത് എന്നറിയപ്പെടുന്നത്. മുകളിലും താഴെയുമായി 10 വീതം. അങ്ങനെ എത്രയാണ് പാൽപ്പല്ല്? 20 എണ്ണമാണ്. ഇതൊക്കെ സിമ്പിൾ ആണ്, പക്ഷേ ഇതൊക്കെ തെറ്റിക്കുന്നവരുണ്ട്, നെഗറ്റീവ് അടിക്കുന്നവരുണ്ട്. പഠിച്ചോളുക, പാൽപ്പല്ല് 20 എണ്ണം. അവിടെ നമുക്ക് നമ്മുടെ 32 പല്ലൊക്കെ അറിയുന്നതുകൊണ്ട് നമ്മളെ പരീക്ഷ ഹാളിന്ന് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് ഇതിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇല്ലേ, നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. അപ്പൊ അവ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ, 2 പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ നോക്കിക്കൊള്ളുക. ഇവിടെ നോക്കൂ, ഒരു ചോദ്യം ഇതാണ്: ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? നോക്കൂ, 74/2024 ചോദിച്ച PSC ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും അടുത്തുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് വന്നത്. ഇതൊക്കെ ഒരു ചോദ്യമായിട്ട് വന്നു എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. ചിലപ്പോൾ ആഹാരത്തിന്റെ രുചി അറിയണം. പാലിലെ അല്ലെ, നമ്മുടെ പല്ലിലെ വേസ്റ്റ്, പല്ലിന് വ്യായാമം ലഭിക്കാൻ അടിപൊളി ഓപ്ഷൻ ആണ്. ദഹനം സുഗമമാക്കാൻ ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. എന്താണ്? സിമ്പിൾ അല്ലേ, ദഹനം സുഗമമാക്കാനാണ്. ഏത് കുട്ടിക്കും കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ബോക്സ്, ഇതേ ഒരു ബോക്സ് നമുക്ക് മറ്റൊരു SCERT ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 100 തവണ പല തരത്തിൽ PSC ചോദ്യങ്ങൾ വന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ബോക്സ്. എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും അറിയാം അല്ലെ. മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, PSC ഒക്കെ പഠിച്ച സമയത്ത് സാർമാർ തമാശക്ക് പറയായിരുന്നു, 5-8 കൊല്ലം മുമ്പൊക്കെ, പരീക്ഷ ഹാളിൽ നിന്ന് വായി കൈയിട്ട് നോക്കേണ്ടത്, കാരണം ഏതാണ് ഉള്ളി ഏതാണ് കോമ്പൽ എണ്ണണല്ലോ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചാലും ചിലരൊക്കെ മാറിപ്പോകും. മകളെ, നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്, ഞാനിപ്പോ പല്ലൊന്നും ഇങ്ങനെ കാണിച്ചു തരുന്നില്ല, എനിക്ക് കാണിക്കാൻ വേണ്ടി ഇല്ല, വയസ്സായി, ഇപ്പൊ 2 പല്ലൊക്കെ അടുത്ത് പോയി. അപ്പോ നോക്കൂ, ഉളിപ്പല്ല് ഏറ്റവും മുമ്പില്ലേ, നല്ല 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 ഉള്ളി പോലെ കിടക്കുന്ന 2 പല്ലുകൾ കാണാം. നിങ്ങൾക്ക് ഇവിടെ 2 അല്ല, എവിടെയാണ്? മുൻവശത്ത് മുകളിലും 4, താഴത്തും 4.
അങ്ങനെ ഉളിപ്പല്ല് ഏറ്റവും കൃത്യമായിട്ട് പഠിക്കുക 8 എണ്ണമാണ് നമുക്കുള്ളത്. 4 മുകളിൽ 4 താഴെ. ഉള്ളി എന്തിനാണ് ആ ഉള്ളി? ആഹാര വസ്തുക്കൾ ഇങ്ങനെ കടിച്ച് മുറിക്കുക അല്ലെ, ഇങ്ങനെ കീറല്ല, ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുക. നിങ്ങളൊരു ഒരു എന്താ പറയാ, ഒരു വെണ്ടക്ക എടുക്കുക, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ സാധനം എടുക്കുക അല്ലെ, നിങ്ങളത്തിലുള്ള അപ്പൊ ഒരു ക്യാരറ്റിന്റെ ഒരു കഷ്ണം എടുത്ത് നിങ്ങൾ വായിൽ വെച്ച് ആപ്പിള നമ്മൾ ചെയ്തു അല്ലെ, ഒരൊറ്റ കടിക്ക് ആ ക്യാരറ്റ് കട്ട് ചെയ്തു, പിന്നെയാണ് നമ്മൾ അതിന്റെ വായിലിട്ട് പിടിച്ച് ചവച്ചരയ്ക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. കോമ്പല്ല് അല്ലെ, കോമ്പൽ എന്ന് പറഞ്ഞാൽ ഉളിപ്പല്ലിന് സമീപമാണ്. 4 എണ്ണം അല്ല കോമ്പൽ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഈ മാംസാഹാരികളായ ജീവികൾക്കൊക്കെ നിങ്ങൾക്ക് അറിയാം കോമ്പൽ, അതുകൊണ്ട് അങ്ങനെ കടിച്ച് കീറുക ചെയ്യുക അല്ലെ. അതുകൊണ്ട് ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലായിട്ട്, മുകളിൽ 2 എണ്ണം താഴത്ത് 2 എണ്ണം, നമുക്ക് ആകെ എത്ര ഉള്ളത് മനുഷ്യന്? 4 എണ്ണം അല്ലെ, 4 എണ്ണം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇതിന്റെ പൊസിഷൻ മുകളിൽ താഴെ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ PSC പരീക്ഷ ചോദിക്കാറുണ്ട്. അപ്പൊ പരീക്ഷ ഹാളിൽ നിന്ന് സാറ് കാണുന്ന കുമ്പിട്ടിരുന്നിട്ട് ഇങ്ങനെ വായിൽ ഇങ്ങനെ എണ്ണണ്ട, തൽക്കാലം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഒരു പ്രാവശ്യം മനസ്സിലാക്കി വെച്ചാൽ സംഗതി ക്ലിയർ ആണ്. ഇതൊക്കെ തെറ്റിക്കുന്ന ഒരുപാട് വിദ്വാന്മാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി അഗ്രചർവണവും ചർവണവും, അങ്ങ് അറ്റത്തല്ലേ അഗ്രം എന്ന് ചിന്തിക്കരുത്, കൃത്യമായിട്ട് മനസ്സിലാക്കണേ. കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി 4 പല്ലുകൾ വീതം. ഈ അഗ്രചർവണകം എന്ന് പറഞ്ഞാൽ അതിന്റെ നടുക്കാണ്. ചർവണത്തിന്റെയും ഈ പറയുന്ന കോമ്പലിന്റെയും നടുക്കാണ് അഗ്രചർവണകം. അഗ്രചർവണം എത്രയാണ് അത് വരുന്നത്? മുകളിലും താഴെയുമായി 4 വീതല്ലേ, അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക 8 ആണ്. പഠിക്കുക, അഗ്രചർവണകം 8 ആണ്, ഉളിപ്പല്ല് 8 ആണ്, കോമ്പല്ല് 4 ആണ്. ക്ലിയർ ആണേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ 8 8 ഈ പറയുന്ന 16 4 20 ആയി. 32 പല്ലല്ലേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ബാക്കി എത്ര ഉണ്ട്? ബാക്കി 12 പല്ലാണ്. ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ഉള്ളിൽ 3 മുകളിൽ 3 താഴെയൊക്കെ ആയിട്ട് നമുക്ക് പലർക്കും ഇപ്പോ കേടൊക്കെ വന്ന് നിൽക്കുന്ന ആ ഏറ്റവും അടിയിൽ കിടക്കുന്ന നമ്മള് അല്ലെ, നമ്മൾ ഉറ്റിപ്പല്ല് എന്നൊക്കെ പറയുന്ന ഏറ്റവും ഉള്ളിൽ കിടക്കുന്നതാണ് ചർവണകം. ഈ 2 വിദ്വാന്മാരുടെ പണി എന്താണ്? ചവച്ചരയ്ക്കാൻ അല്ലെ, ചവച്ചരയ്ക്കാൻ, ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. എന്നാൽ കോമ്പല്ല് കടിച്ചു മുറിക്കാൻ, അല്ലെങ്കിൽ കടിച്ച് കീറാൻ, മുറിക്കാൻ എന്നറിയില്ല പണ്ട്, സോറി, കടിച്ച് കീറാൻ കോമ്പല്ല് അല്ലെ. എന്നാൽ ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ. അത് കൃത്യമായിട്ട് തന്നെ പറയണം കേട്ടോ, പഠിക്കണം, നിർബന്ധമാണ്. കടിച്ചു മുറിക്കാൻ, മുറിക്കാൻ കോമ്പല്ലല്ല, ഉളി മുറിക്കാൻ. എന്നാൽ കടിച്ചു കീറാൻ കോമ്പല്ല്. മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും അറിയാം, ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. കാരണം നോക്കൂ, 2 ക്വസ്റ്റ്യൻ ഞാൻ തരാം നിങ്ങൾക്ക്. റീസെന്റ് ചോദിച്ച 2 ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക. ചവച്ചരയ്ക്കാൻ, ഉളിപ്പല്ല് ചവച്ചരയ്ക്കാനോ? അല്ല. ചർവണകമാണ്. കോമ്പല്ല് ആണോ? അല്ല. അഗ്രചർവണം. കാരണം നിങ്ങൾ അപ്പൊ ഒരു 10th ലെവൽ പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ ചർവണവും അഗ്രചർവണവും 2 4 ഓപ്ഷൻ സി അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി. മറ്റൊരു PSC റീസെന്റ് ചോദിച്ച ഒരു ചോദ്യമാണ്. ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, ഉളി മുറിക്കാനാണ്. തെറ്റാണ്. ശരിയായത് തിരഞ്ഞെടുക്കണം. നോക്കണേ, കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ, മുറിക്കാനല്ല കീറാനാണ് കോമ്പല്ല് അല്ലെ. അങ്ങനത്തെ ജീവികൾ കളിക്കുക, ഈ സിംഹം, പുലി, സോറി. അപ്പൊ കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ, ശരിയാണ്. ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. ചർവണ ഏറ്റവും ഉള്ളിലുള്ളല്ലേ. അപ്പൊ അത് 12 എണ്ണം നമ്മൾ പറഞ്ഞല്ലോ, കടിച്ചു മുറിക്കാനൊന്നുമല്ല. അഗ്രചർവണം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ, അതുമല്ല. അപ്പൊ എന്താണ്? 1 മാത്രം 2 മാത്രമാണ്. 2 മാത്രമാണ് ശരി. സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ സംഗതി സിമ്പിൾ ആണെങ്കിലും വിട്ട് കളയരുതടാ. എല്ലാവരും ഈ ടോപ്പിക് സെറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തേക്ക് പോട്ടെ. ഓക്കെ. ഞാൻ തമാശ രൂപത്തിൽ ഇങ്ങനെ കളിയൊക്കെ കളിച്ച് പറയുന്നത് നിങ്ങളെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഓക്കെ. അപ്പൊ ആഹാരം അന്നപദത്തിലേക്ക് നമ്മളിതാ ചവച്ചരച്ച അന്നപദത്തിലേക്ക് പോവാണേ. വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്തേക്കാണ് എത്തിച്ചത് നമുക്കറിയാം. ഇതാ നോക്കൂ, അന്നനാളത്തിലൂടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആമാശയം അല്ലെ. അപ്പൊ വായയെ ആമാശയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുയലാണ് അന്നനാളം. ഈ കാണുന്ന കുയലാണ് അന്നനാളം. ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറഞ്ഞ മറ്റൊരു ചാനലിൽ ഞാൻ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 7ാം ക്ലാസ്സും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്ലാസ്സിനകത്ത് ഞാൻ ഈ ദഹന വ്യവസ്ഥ കംപ്ലീറ്റ് വൃത്തിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഇത് പഠിച്ചിട്ട് ഞാൻ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ സെറ്റ് ആവും. അപ്പൊ ഇതൊരു അടിസ്ഥാനമായിട്ട് മാത്രം കരുതിയാൽ മതി. അന്നനാളം കേട്ടോ. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടതൊക്കെയാണ് അന്നനാളം കേട്ടോ. ഈ വായയും ആമാശയത്തെയും ബന്ധിപ്പിക്കുന്നത്. ഇവിടെ നല്ല 2-3 പോയിന്റ് ഉണ്ട്. സ്ഥിരം ചോദിച്ച PYQ ഉണ്ട്. ആ PYQ വരുന്ന ഏരിയ എന്താണത്? അന്നനാള ഭിത്തിയിലൂടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ട് ആഹാരം ആമാശയത്തിലേക്ക് എത്തും. ഈ ചലനത്തെ നമ്മൾ വിളിക്കുക പെരിസ്റ്റാൾസിസ് എന്നാണ്. എല്ലാവർക്കും അറിയാം. അറിയാത്ത പുതിയ കൂട്ടുകാരുടെ പഠിക്കണം. ആമാശയത്തിലേക്ക് ഈ പറയുന്ന നമ്മളിപ്പോ ചവച്ചരച്ച്, നമ്മൾ ആപ്പിളോ നേരത്തെ എടുത്ത് നമ്മൾ ക്യാരറ്റ് അല്ലേ, ക്യാരറ്റ് നമ്മൾ ചവച്ചരച്ചു അന്നനാളത്തിലൂടെ ആ ഒരു പ്രത്യേക മൂവ്മെന്റിലൂടെ എങ്ങോട്ട് പോവുക? ആമാശയത്തിലേക്ക്. തരംഗ രൂപത്തിലുള്ള ചലനം. ഈ ചലനത്തെ നമ്മൾ എന്താ വിളിക്കുക? പെരിസ്റ്റാൾസിസ്. അങ്ങനെ ആഹാരം എവിടെ എത്തി? ഇപ്പോൾ ആമാശയത്തിലെത്തി.
നമ്മൾ ഇച്ചിരി സ്പീഡിൽ എത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മെല്ലെ മെല്ലെ നമുക്ക് 9ാം ക്ലാസ് പോകാം. വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കി. ഇവിടെ ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ 2ാം ഘട്ടം നടക്കുകയാണ്. അപ്പൊ 1ാം ഘട്ടം നിങ്ങൾ നേരത്തെ പഠിച്ചു, ആഹാരം സ്വീകരിക്കുക അല്ലെ, അത് വായിൽ വെച്ചാന്നൊക്കെ പറഞ്ഞു. 2ാമത്തെ ഘട്ടം ദഹനമാണ്, ഡൈജഷൻ അല്ലെ. ഈ പറയുന്ന ഈ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഭാഗികമായിട്ട് ആമാശയത്തിൽ നടക്കും. നിങ്ങൾക്കറിയാം ഓരോരോ സ്റ്റെപ്പായിട്ടാണ്. ആഹാര പദാർത്ഥങ്ങൾ എത്ര മണിക്കൂർ വരെയാണ് ആമാശയത്തിൽ ഉണ്ടാകുക? നമ്മളിപ്പം ഇപ്പൊ നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ ഞാൻ ഈ ക്യാരറ്റ് കഴിക്കുന്നത് അല്ലെ. ക്ലാസ് ഒക്കെ കണ്ട് ഒരു 4-5 മണിക്കൂർ എന്ന് വെച്ചാൽ 4 മുതൽ 5 മണിക്കൂർ വരെ. അതല്ലേ നമ്മുടെ രാത്രിയൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്ന പാടല്ലേ നമ്മൾ ദഹിക്കില്ല, ഉറക്കം ശരിയാവില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ 4 മുതൽ 5 മണിക്കൂർ വരെ മൂപ്പര് എവിടെ ഉണ്ടാവും? കൃത്യമായിട്ട് പഠിക്കണേ. 4 മുതൽ 5 മണിക്കൂർ 4 മുതൽ 5 മണിക്കൂർ വരെ എവിടെ ഉണ്ടാവും? മനസ്സിലാക്കിയല്ലോ. ആമാശയത്തിലുണ്ടാവും അല്ലെ. ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം നല്ല കുഴമ്പ് രൂപത്തിലാകുന്നു. ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. അവിടെ വേറെ ചില രസങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അടുത്ത ക്ലാസ് പറയും. അപ്പൊ ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ആമാശയ ഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. പിള്ളേരെ 2 പോയിന്റുകൾ ഞാൻ പറയാം, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. 2 പോയിന്റുകൾ PYQ ആണ്. നമ്മുടെ ആമാശയത്തില് നോക്കൂ, ഇപ്പൊ 2 തരത്തിലുള്ള രസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ആമാശയ രസം, ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന അവിടെ നമ്മൾ ആ ഫുഡ് എത്തുകയാണല്ലോ, നമ്മൾ ക്യാരറ്റ് അവിടെ കഴിച്ചെത്തി. ആ ക്യാരറ്റ് അല്ലെങ്കിൽ ആ കുഴമ്പ് രൂപത്തിലേക്ക് ആ പറയുന്ന ഭക്ഷണത്തെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കാൻ സുഗമമാക്കാൻ വേണ്ടി ആമാശയ രസം ഉണ്ട്. കൂടാതെ ഹൈഡ്രോക്ലോറിക് ആസിഡും ഈ ആമാശയം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യാന്നറിയോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ മാംസ്യം ഉണ്ടാവും അല്ലെ, ആ മാംസ്യം ശ്രദ്ധിക്കണം, മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന പണിയാണ് HCl. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, മൂപ്പരെ പണി എന്താണ്? അത് കൃത്യമായിട്ട് പഠിക്കണം. മാംസ്യം എന്താണ്? മാംസ്യം. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, മാംസ്യം. ആസിഡ് ഒക്കെ വേണം, മാംസം റെഡിയാക്കണം ആലോചിക്കുക. അതുപോലെ HClന്റെ മറ്റൊരു പണി എന്താണ്? രോഗാണുക്കളെ എന്താണ്? നശിപ്പിക്കുക. അപ്പൊ രോഗാണുക്കളെ നശിപ്പിക്കുക. ഈ 2 പണി HCl എടുക്കുന്നുണ്ട്. ആമാശയത്തിൽ പഠിച്ചു വെക്കുക. മാംസ്യം രോഗാണു. ആമാശയത്തിൽ വെച്ചിട്ട് ഭാഗികമായിട്ട് മാത്രമേ ദഹിക്കൂ. അത് പിന്നീട് എന്താക്കുക? നമ്മൾ താഴോട്ട് പോവുകയാണല്ലേ, ആ യാത്ര ചെറുകുടലിലേക്കാണ് എത്തുക. ചെറുകുടലിലേക്ക് ആഹാരം ചെറുകുടൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അവസാനിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ വേഗത്തിൽ അതിന്റെ ബേസ് മനസ്സിലാക്കുക. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ആമാശയത്തിൽ. SCRT പറയുന്നതാണ്. നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ ചില വേരിയേഷൻ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കൂ, ആഹാരം ചെറുകുടലിൽ എത്തുന്നു. ചെറുകുടലിലെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. എത്രയാണ് ചെറുകുടലിലെ നീളം? PYQ ആണ്, നന്നായിട്ട് പഠിക്കുക. 5 മുതൽ 6 മീറ്റർ വരെയാണ്. PSC ഇപ്പം ആൻസർ കീയിൽ വേറെ എന്തെങ്കിലും കൊടുക്കുന്നു എനിക്ക് അറിയില്ല, PSC അങ്ങനെയൊക്കെയാണ്. അപ്പൊ മനുഷ്യന്റെ ചെറുകുടലിലെ നീളം 5 മുതൽ 6, ആമാശയത്തിൽ 4 മുതൽ 5. ആ ഒരു ബന്ധം കണ്ടോ നിങ്ങൾ? അവിടെ ആ സമയത്ത് ഇരിക്കുന്നു ആമാശയത്തിൽ, ശേഷം ചെറുകുടലിൽ എത്തുമ്പോൾ 5 to 6 അങ്ങനെ പഠിച്ചു ലിങ്ക് കേട്ടോ, നീളമുണ്ട്. അപ്പൊ പോഷണത്തിന്റെ 2ാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നത്, ദഹനം തുടങ്ങുന്നത് ആമാശയത്തിലാണെങ്കിൽ പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണെന്നാ പറയുന്നത്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. പക്ഷെ അവിടെ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് പറയാം. പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടൽ വെച്ചിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നു ആദ്യത്തെ തുടക്കത്തിൽ എവിടെ നിന്നാണ്? ചെറുകുടലിലാണ് കേട്ടോ. ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാകുന്നു. അവിടെ നമുക്ക് കൃത്യമായിട്ട് പെപ്സിൻ, ട്രിപ്സിൻ ഇതൊക്കെ പഠിക്കാനുണ്ട്. 9ാം ക്ലാസ് ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ ഞാനത് ആ സമയത്ത് ഒന്നുകൂടി വിശദമായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരും. തൽക്കാലം നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. ചെറുകുടലിൽ വെച്ചിട്ട് 2 തരത്തിലുള്ള രസങ്ങളാണ്. ഓക്കെ, പിത്തരസവും ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും. ഇവ ഇതിന് സഹായിക്കുന്നുണ്ട് അവിടുത്തെ ദഹനത്തെ. അപ്പോൾ അങ്ങനെയാണ് ദഹനം നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പിത്തരസം, ആഗ്നേയരസം. ഞാൻ പറഞ്ഞല്ലോ പെപ്സിനും ട്രിപ്സിനും ഒക്കെ കോഡാക്കിയിട്ട് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ 9ാം ക്ലാസ് ഒന്നുകൂടി എടുക്കും. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ കട്ടക്ക് കൂടെ നിന്നാൽ അടിപൊളിയായിട്ട് നല്ല കോഡാണ്. നമ്മൾ ട്രിപ്പ് പോകുമ്പം നമ്മൾ പെപ്സി കുടിക്കും, നമ്മൾ ടയേർഡ് ആകുമ്പോൾ പെപ്റ്റ് ഓൺ ആവാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി കോഡാണ്. അത് ഒരിക്കലും മറക്കാത്ത കോഡ്. നമ്മുടെ പിള്ളേർക്കൊക്കെ മുൻ ക്ലാസ് കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും. അത് ഞാൻ അടുത്ത ദിവസം എടുക്കൂട്ടോ. അപ്പൊ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുക, അതും വിശദമായിട്ട് 9ാം ക്ലാസ്സിലാണ് പറയുന്നത്. നമ്മൾ ജലം ഓസ്മോസിസ് എന്ന രീതിയിലേക്ക്, അതുപോലെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനെ, അങ്ങനെ പല ടൈപ്പ് ഡിഫ്യൂഷനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ അബ്സോർപ്ഷൻ അഥവാ ആഗിരണം ജസ്റ്റ് പറയുന്നുണ്ട്. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള സൂക്ഷ്മങ്ങളായ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? വില്ലസുകൾ. കഴിഞ്ഞ LP UP എക്സാമിനൊക്കെ വില്ലസുകളെ കുറിച്ച് നല്ല ചോദ്യം ചോദിച്ചു കേട്ടോ. അപ്പൊ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന
വിരലുകൾ പോലെയുള്ള സൂക്ഷ്മങ്ങളായ ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക? ഇപ്പൊ നമ്മുടെ ഭക്ഷണം ആമാശം എവിടെ എത്തി? ചെറുകുടലെത്തി അല്ലെ? ആ ചെറുകുടലിലെ ഭിത്തിയിലാണ് ആഗിരണം നടക്കുക എന്ന് പറഞ്ഞല്ലോ നമ്മൾ അല്ലെ? അപ്പൊ ആഗിരണം നടക്കുന്നു, ഫുഡ് ഉള്ളോട്ട് എടുക്കണല്ലോ. അപ്പൊ അവിടെ എന്തുണ്ട്? ചെറിയ ചെറിയ സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളുണ്ട്. ഇതിങ്ങനെ ആവാൻ കാരണം അതിന്റെ ഒരു എന്താ പറയാ വിസ്തൃതി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ഫോട്ടോ കാണുന്നത് നിങ്ങളുടെ പിറകിൽ അല്ലെ? ഒരു ഭയങ്കര എഫക്ട് തോന്നുന്നു. എന്റെയൊക്കെ ശരീരത്തിലുള്ളതാ. അപ്പൊ ആ ഒരു ഭാഗം വില്ലനല്ല, വില്ലസുകൾ അതിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ പോഷകഘടകങ്ങളൊക്കെ എന്തെന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. അബ്സോർപ്ഷൻ, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന വില്ലസുകൾ വഴിയാണ്. ഇതാണ് പോഷണത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ആഗിരണം. ഇപ്പൊ രണ്ടാമത്തെ ഘട്ടം നേരത്തെ പറഞ്ഞല്ലോ. എന്തായിരുന്നു രണ്ടാമത്തെ ഘട്ടം? നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ? ദഹനം. രണ്ടാം ഘട്ടം ദഹനം. ഒന്നാമത്തെ ഘട്ടം ആഹാരം സ്വീകരിച്ചു, രണ്ടാമത്തെ ദഹനം, മൂന്നാമത്തത് ആഗിരണം. മൂന്നാമത്തത് ആഗിരണം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഓർഡർ മാത്രം ഈ ചാപ്റ്റർ പഠിച്ചേട്ടോ. ആദ്യം ഈ പറഞ്ഞു ആഹാരം സ്വീകരിക്കുക, രണ്ടാമത്തെ ദഹനം, മൂന്നാമത്തത് ആഗിരണം. ഓക്കെ ആണല്ലോ. രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു. ഇതിനെയാണ് സ്വാംശീകരിക്കുക. ഇപ്പം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തു, അത് രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ നോക്കൂ, ആ പോഷക ഘടകങ്ങൾ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോരോ ന്യൂട്രീഷൻസ് ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത്, അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ ഭാഗമായി കഴിയണം അല്ലെ? സ്വാംശീകരിക്കുക, ഓരോരോ കോശങ്ങളിലേക്ക് എത്തി നമ്മുടെ ശരീരത്തിൽ നടക്കാനും അല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഊർജ്ജം നമുക്ക് കിട്ടുക ഭക്ഷണം കഴിച്ചിട്ടല്ലേ? അപ്പൊ ശരീരം സ്വീകരിക്കുക, സ്വാംശീകരിക്കുക. ഇതാണ് പോഷണത്തിന്റെ നാലാമത്തെ ഘട്ടം എന്ന് പഠിച്ചു വെക്കുക, സ്വാംശീകരണം. അപ്പം ദഹനം, ആഗിരണം, ദെൻ സ്വാംശീകരണം. ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. ഇവിടെ വേണ്ടാത്ത ചില പദാർത്ഥങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വാംശീകരിച്ച ശരീരത്തിന് ആവശ്യമുള്ളതല്ല, വേസ്റ്റ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇത് പുറന്തള്ളും. അപ്പൊ അതിനിടെ ഒരു ചോദ്യം ഇതാണ്, നോക്കൂ, ആറാമത്തെ ചോദ്യമാണ്. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഭാഗം ലെന്റിസെൽ, വില്ലസുകൾ, ഡെൻഡൈൻ, ആൽവിയോൾസുകൾ. എന്താണ്? വില്ലസുകളാണ് അല്ലെ? അപ്പം ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ആക്ച്വലി വില്ലസുകളാണെന്ന് പഠിച്ചു വെച്ചേക്കട്ടാ. ഇവിടെ വൻകുടൽ, അതുപോലെ തന്നെ മലാശയം. നമ്മളിപ്പം പറഞ്ഞ രീതിയിൽ നിങ്ങളിപ്പം ഭക്ഷണം വൻകുടലിലേക്ക് എത്തി, അതിനുശേഷം അനാവശ്യമായിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ആയി വരുന്ന കാര്യങ്ങൾ എന്ത് പുറത്തേക്ക് പോകണല്ലോ. അപ്പൊ അതാണ് ഈ മലാശയം വഴി നമ്മൾ പുറത്തേക്ക് തള്ളുക. അപ്പൊ ആഹാരം സ്വീകരിക്കുക, രണ്ടാമത്തെ ദഹനം, മൂന്നാമത്തെ ആഗിരണം, നാലാമത്തെ സ്വാംശീകരണം, അഞ്ചാമത്തെ ഘട്ടം വിസർജനമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു പ്രക്രിയയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളുള്ള ജലവും ലവണവും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹനാവശിഷ്ടങ്ങൾ മലദ്വാരത്തിൽ പുറത്തെടുക്കും. ഇതാണ് ഒരു രീതി. അപ്പോൾ ഒരു 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് ഒക്കെ പറയുമ്പോൾ UP സ്കൂൾ മക്കളോട് ദഹനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ബേസ് ആയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ. ക്ലിയർ ആണല്ലോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ ചാപ്റ്റർ ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചു നോക്കൂ. ഈ അടുത്ത് ഒരു 6 മാസം മുമ്പ് നടന്ന ഒരു PSC പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ആണിത്. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണെങ്കിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ പരീക്ഷ ഹാളിൽ പോകുമ്പം ഇങ്ങനെ സിമ്പിൾ ചോദ്യം കാണുമ്പോൾ പലപ്പോഴും നമുക്ക് നെഗറ്റീവ് മാർക്ക് വരാൻ തെറ്റിക്കാറ്. കണ്ട, നിങ്ങൾ ആഹാരം സ്വീകരിക്കുക, ലോജിക്ക് വെച്ച് നിങ്ങൾ എഴുതും അല്ലെ? ഫസ്റ്റ് ആഹാരം സ്വീകരിച്ചു, പിന്നെ സ്വാംശീകരണം ഉണ്ട് അല്ലെ? പിന്നെന്താണ്? അപ്പൊ ആദ്യം ഭക്ഷണം സ്വാംശീകരിക്കണം, അല്ല ആഹാര സ്വീകരണം, ദഹനം ഒരിക്കലും ആദ്യം വരില്ല. അപ്പൊ നമ്മൾ ഇതും വെട്ടി അല്ലെ? വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് അല്ലേ? അപ്പം ഇവിടെ ആഹാരം സ്വീകരിക്കുന്ന 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്വാംശീകരിക്കാണോ ദഹനമാണോ? ഇവിടെ ഏരോ മാർക്ക് ഇട്ടാൽ ഏരോ ഇട്ടുക. സ്വാഭാവികമായിട്ടും ബുദ്ധി വെച്ച് അല്ലെങ്കിൽ ലോജിക് വെച്ച് ഒന്നും പഠിക്കാത്തത് കിട്ടും, ദഹനമാണ്. രണ്ടാമത്തെ ദഹനം, മൂന്നാമത്തെ ആഗിരണം ചെയ്യുക, പിന്നെ സ്വാംശീകരിക്കുക. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടണതാണ്. പക്ഷെ നിങ്ങളത് പഠിച്ച് വൃത്തിക്ക് മനസ്സിലാക്കി പോയാൽ കുറച്ച് എളുപ്പമല്ലേ? അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ശ്വസനം എന്ന് പറഞ്ഞൊരു ടോപ്പിക്, കുഞ്ഞു കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ശ്വസനം മനുഷ്യൻ. അപ്പൊ ദഹനം ഏകദേശം നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടി. ബാക്കി ഞാൻ പറഞ്ഞു അടുത്ത ക്ലാസ്സോട് നിങ്ങൾ സെറ്റ് ആവും. നിങ്ങൾക്ക് എത്ര സമയം ശ്വസിക്കാതിരിക്കാൻ കഴിയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മക്കളെ, ശ്വാസം എല്ലാവരും ക്ലാസ് കാണുന്നവര് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നകത്തേക്ക് എടുത്തേ. നോക്കിയോ? ശ്വാസം പിടിച്ചു നിന്നോ? ക്ലാസ് കഴിയും. ഞാനിപ്പോ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ പിടിച്ചിരുന്നോ? വിട്ടോ പിടിച്ചിക്കോ? ശരിക്കും ആരോട് പിടിച്ചവരുടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ശ്വാസം വലിച്ചിരുന്നു സാർ, വീട്ടുകാരൊക്കെ കണ്ടിരുന്നു സാർ, ഒന്ന് കമന്റ് ചെയ്തേ. അപ്പോ 1 മിനിറ്റ് പോലും ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മുങ്ങലുണ്ടോ നിങ്ങൾ? കുളത്തിലും തോട്ടിലൊക്കെ പോയിട്ട് ആകെ മുകളിലോട്ട് വെപ്രാളായിട്ട് വരൂലേ? ഒന്ന് ചാടി മുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ഓരോരുത്തരും നെഞ്ചത്ത് കൈ അമർത്തിപ്പിടിച്ച് ശക്തിയായി ശ്വാസം എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയിക്കണോ? വേണ്ട, നിങ്ങൾ അങ്ങ് ചെയ്തോളൂ. അപ്പൊ ഇതൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് ഉച്ഛ്വാസവും നിശ്വാസവും പഠിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക.
ഒരുപാട് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ ഉച്ഛ്വാസവും നിശ്വാസവും അല്ലെ. വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്ത് വിളിക്കും? ഉച്ഛ്വാസം. ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് ഏത്? നിശ്വാസം. മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ്. നെഞ്ചിനകത്ത് ലാലേട്ടനല്ല, ഔരസാശയം. ഫോട്ടോ കാണിച്ചു തരാം, അങ്ങനെ പറഞ്ഞാൽ ക്ലിയർ ആവില്ല. ദാ ഇവിടെ ഒരു അറയുണ്ട്. ആദ്യം ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ PDF വരാം അല്ലെ. ഇവിടെ ഒരു ടോട്ടൽ ഒരു അറ ഉണ്ട് നമ്മുടെ ഈ ശ്വാസകോശം. അതിനെയാണ് ഔരസാശയം എന്ന് വിളിക്കുക. എന്താശയം? ഔരസാശയം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല പൂവിന്റെ ഇതളൊന്നും അല്ല, ഇതിനെ പറയുക ഡയഫ്രം എന്നാ അല്ലെ. പൂവിന്റെ ഒരു ഇതള പോലെ തോന്നും ഡയഫ്രം. അതിന്റെ തായ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, അതിന് തായാണ് ഉദരാശയം അല്ലെ, അബ്ഡോമിനൽ കാവിറ്റി. അപ്പോ ഈ പറയുന്ന ഔരസാശയം എവിടെ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കത്താത്തവരൊക്കെ ഉണ്ടാവും. ശ്വാസകോശം സ്ഥിതി ചെയ്യുന്ന ആ ഒരു മേഖല, ഇതിനെ നമ്മൾ ഔരസാശയം. അതിന്റെ നടുക്ക് ഡയഫ്രം, അതിന് താഴെയാണ് ഞാൻ ഈ പറഞ്ഞ ഉദരാശയം, വയറ് വരുന്ന ഭാഗം, ഉദരാശയം. ഇവിടെ SCRT നോക്കൂ, 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നുണ്ട്. എവിടെ ചെയ്ത ചാപ്റ്റർ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ശ്വാസം ഉള്ളോട്ട് എടുക്കാൻ പോകും അല്ലെ. നാസ ദ്വാരമാണ്. ദ്വാരം കഴിഞ്ഞിട്ടൊരു ഗുഹയല്ലേ, ആ ഗുഹയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേര് നാസാഗഹ്വരം എന്നാണ്. ഗഹ്വരം. അപ്പൊ ഗുഹയെ ഗഹ്വരം. ഇത് ആക്ച്വലി ഈ 7ാം ക്ലാസ്സിൽ പറയുന്നില്ല. അപ്പോ ഇവിടെ നാസാദ്വാരമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നാസാഗഹ്വരമുണ്ട്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഈ ഒരു ഭാഗത്തെ നാസാഗഹ്വരം എന്ന് വിളിക്കും. ആ ഒരു ഓട്ടയെ ഗുഹ. അപ്പൊ ഒരു ദ്വാരം, അതിലൂടെ ഒരു ഓട്ട, ഗുഹ. അതിനുശേഷം നമ്മൾ ശ്വസിക്കുന്നു. ആ ശ്വസിച്ച വായു ഇതിലൂടെ വരുന്നു. വായു ആ ശ്വാസനാളം, ഈ കാണുന്ന ട്യൂബിന് നമ്മൾ ശ്വാസനാളം. ആ ശ്വാസനാളം ഞാൻ ഇതൊന്ന് മാറ്റി വരയ്ക്കാം. നിങ്ങൾ നോക്കിയ ശ്വാസനാളം കുറച്ച് ശാഖകളായിട്ട് പിരിയും. അപ്പൊ ഫസ്റ്റ് ഇത് മെയിൻ ശാഖയായിട്ട് പിരിയും. കണ്ടോ? ഈ മെയിൻ ശാഖയായിട്ട് പിരിയുന്നത് നമ്മൾ എന്ത് വിളിക്കും അറിയോ? ശ്വാസനാളം കഴിഞ്ഞിട്ട് ശ്വസനി. എന്ത് വിളിക്കും? ശ്വസനി. അപ്പൊ ഇത് പഠിക്കാനുള്ള ട്രിക്ക്, ശ്വാസനാളം, അത് കഴിഞ്ഞിട്ട് ശ്വസനി. തെറ്റിക്കരുത്. ആ ശ്വസനി കഴിഞ്ഞിട്ട് ശ്വസനി നിന്ന് ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ കണ്ട. ശ്വസനിയിൽ നിന്നും ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ. ഈ ചെറിയ ചെറിയ ബ്രാഞ്ചുകളെ നമ്മൾ എന്ത് വിളിക്കും? ശ്വസനിക. എന്ത് വിളിക്കും? ശ്വസനിക. പഠിച്ചു പോണേ. അപ്പോ ശ്വാസനാളം, ആ ശ്വാസനാളം മെയിൻ ബ്രാഞ്ച് ആയിട്ട് തിരിയുന്നു ശ്വസനി. ആ ശ്വസനി എന്തായിട്ട് മാറുന്നു? ശ്വസനികയായിട്ട് മാറുന്നു. ഇതാണ് ഇവിടെ കൊടുത്തത്. പക്ഷേ ഫോട്ടോ കുറച്ച് ക്ലിയർ ആയില്ല, അതുകൊണ്ട് ഇങ്ങനെ വരച്ച്. ആ ശ്വസനികയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വായു അറ. അപ്പൊ വായു അറ എന്താണെന്ന് കിട്ടി. അവിടെ ഡയഫ്രം എന്താണെന്ന് മനസ്സിലാക്കി. നാസ ദ്വാരം കഴിഞ്ഞാൽ നാസ ഗഹ്വരം ഉണ്ടെന്ന കാര്യം മറന്നുകൊണ്ട. അതിന്റെ ഒരു ഓർഡർ നോക്കൂ മക്കളെ, കൃത്യമായിട്ട് PSC പരീക്ഷയിൽ PYQ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതൊക്കെ എന്ത് സിമ്പിളാ, പക്ഷെ നമുക്ക് നെഗറ്റീവ് പഠിക്കാറുണ്ട്. അപ്പൊ നാസ ദ്വാരം കഴിഞ്ഞാൽ പിന്നെ ഗുഹ, ഗഹ്വരം. അത് കഴിഞ്ഞാൽ പിന്നെ ശ്വാസനാളം, പിന്നീട് ശ്വസനി, പിന്നീട് ശ്വസനിക, പിന്നീട് വായു അറ അല്ലെ. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. അപ്പൊ നെഞ്ചിനകത്ത് ഔരസാശയം, ലാലേട്ടനല്ല അല്ലെ. അതിന് താഴെയുള്ള ഭാഗം ഉദരാശയം. ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുക. ഡയഫ്രത്തിന്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ? ഇങ്ങനെ ഡയഫ്രം ഇരിക്കും, ഒരു വളഞ്ഞിട്ട്, ഒരു ബെൻഡാണ്. ഇതിന് എന്തിന്റെ ആകൃതിയാണെന്ന് ചോദിച്ചാൽ പരീക്ഷ ആൾ നിങ്ങൾ തപ്പിപ്പിടിക്കേണ്ട. ഡയഫ്രം ഇങ്ങനെ ഒരു ബെൻഡായിട്ട് കമാന ആകൃതിയാണ് ചോദിക്കുക. PYQ ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്, പഠിക്കുക. കമാന ആകൃതിയാണ്. നിങ്ങൾ നിർമ്മിച്ച ശ്വാസകോശ മാതൃക എന്നൊക്കെ പറഞ്ഞൊരു ബലൂണിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഡയഫ്രം വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഈ ശ്വാസകോശ വികാസം അല്ലെ, അല്ലെങ്കിൽ സങ്കോചം, അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ചെറിയൊരു പോയിന്റ്, നിങ്ങൾക്കറിയാം നമ്മുടെ ശ്വാസകോശം അല്ലെ, പേശി ഉണ്ടോ ശ്വാസകോശം ഉണ്ടാക്കാൻ വേണ്ടി? ഇല്ല. അതുകൊണ്ട് തന്നെ ശ്വാസകോശ പേശി എന്നൊരു പേശി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഇല്ല. അപ്പൊ അവിടെ ഈ സങ്കോചം, എന്തൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഏതൊരു അവയവായിക്കോട്ടെ അല്ലെ, സങ്കോചിക്കാനും വികസിക്കണമെങ്കിൽ പേശികൾ ആവശ്യമാണ്. ഇവിടെ ആക്ച്വലി നമ്മുടെ ശ്വാസകോശം ഫുൾ ടൈം നമ്മൾ ഇതിങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കല്ലടാ അല്ലെ, നിങ്ങൾ ഞാനൊക്കെ. അപ്പോ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് 2 പോയിന്റ് ശ്രദ്ധിക്കണം. 2 പോയിന്റ്. ഒന്ന് ഡയഫ്രം. ഞാൻ ഈ പറഞ്ഞു ഔരസാശയത്തിന്റെ അല്ലെങ്കിൽ ഉദരാശയത്തിന്റെ നടുക്ക് കാണുന്ന എന്ത് കമാനാകൃതിയിലുള്ള വളഞ്ഞിരിക്കുന്ന ഭാഗം, അപ്പൊ മേലോട്ട് വളഞ്ഞിരിക്കുന്ന ഭാഗം, ഡയഫ്രം അല്ലെ. ആ ഭിത്തി പേശിയാണത്, പേശി നിർമ്മിത ഭിത്തിയാണത്. അതാണ് ആക്ച്വലി ഈ പറയുന്ന ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ
നിയന്ത്രിക്കുന്നത് ഡയഫ്രം. അതുപോലെ വാരിയെല്ലുകൾ, നമ്മുടെ ശരീരത്തിൽ എത്ര വാരിയെല്ലുകളുണ്ട്, എത്ര മാറലുണ്ട്. എപ്പോൾ ചോദിച്ചാൽ ചിലരോടങ്ങ് മാറിപ്പോകും. ഞാൻ പിള്ളേരോട് എപ്പോഴും ടെലഗ്രാം ലൈവ് ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, അല്ലെ, വാരിയെല്ല് ചോദിച്ചാൽ മാറിപ്പോകും. മാറൽ എത്രയാ, വാരിയെല്ല് എത്ര, ഒന്ന് ടൈപ്പ് ചെയ്തേ. അറിയുന്നവരെല്ലാവരും കമന്റ് ചെയ്യും. നോക്കട്ടെ, നിങ്ങൾ ഈ കമന്റ് ഒരു 100 പേരൊക്കെ അത് അറിയുന്ന ഒരു കമന്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം അടുത്ത ക്ലാസ് എടുക്കാൻ. ഇത്രയും നേരം ക്ലാസ് കണ്ടവർ അത് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാൻ തോന്നും. നിങ്ങൾക്ക് ഇപ്പൊ കമന്റ് ചെയ്യുമ്പോൾ എന്താ നഷ്ടം? ഒന്ന് പഠിക്കല്ലേ നിങ്ങളല്ലേ, ഒന്ന് കമന്റ് ചെയ്യുക. എത്ര പേര് കമന്റ് ചെയ്യൂല? നിങ്ങളെ ഞാൻ തല്ലി പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യൂല. നോക്കട്ടെ, ഒരു 100 കമന്റ് വരും അറിയുന്നവര്. അയ്യോ, വേറെ എല്ലാവർക്കും പറയാം, ഇത് സിമ്പിൾ അല്ലേ, നിങ്ങൾക്കറിയോ? കമന്റ് ചെയ്യാം. വാരിയെല്ല് എത്രയാണ്, മാറല് എത്രയാണ്? നമുക്ക് തെറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. SCRT തന്നെ 5ാം ക്ലാസ് ഒന്ന് പറയും, 9ാം ക്ലാസ് ഒന്ന് പറയും. കയ്യിൽ എത്ര, കാലിൽ എത്ര എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാം കേട്ടോ, അസ്ഥിര ക്ലാസ്സിൽ വരുന്നുണ്ട്. അപ്പോ വാരിയെല്ലുകളോട് ചേർന്ന പേശികൾക്കും ഇതിന് പങ്കുണ്ടെന്ന് പറയാം. അപ്പൊ വാരിയെല്ലോട് ചേർന്ന പേശിയുണ്ട്, ആ പേശികൾ ഇതിന് സഹായിക്കുന്നു, ഡയഫ്രം സഹായിക്കുന്നു. ഇനി നമുക്ക് ഉച്ഛ്വാസവും നിശ്വാസവും പറയാം. വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫോട്ടോ ആക്ച്വലി എങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഞാനതൊന്ന്, ഇത് മറ്റേ ഫിസിക്കൽ ടെസ്റ്റിന് പോയതല്ല, മിലിറ്ററിന്റെ മുമ്പ് എനിക്ക് 18 വയസ്സ് ആ സമയത്ത് 17 വയസ്സിലൊക്കെ പോയത് ഓർമ്മയുണ്ട്. ഇങ്ങനെ നിന്നിട്ടേ, അപ്പൊ അവിടെ നിൽക്കുന്നില്ല, കാരണം ചെസ്റ്റ് ബേസിക്കണ്ട, ഞാനിപ്പോ നിൽക്കുന്നില്ല. പക്ഷെ ഇത് കുറച്ചൊരു ക്ലിയർ ആയിട്ട് അടുത്തൊരു ഭാഗത്ത് ബോക്സ് കൊടുത്തോണ്ട് നോക്കിക്കേ എന്റെ സ്ക്രീനിൽ. ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. ഒരുപാട് തവണ PYQ വന്നതാണ് കേട്ടോ. ആ PYQ ഞാൻ തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഉച്ഛ്വാസം ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, അല്ലെ? ഇന്നസെന്റ് പറയാ, കേട്ടിട്ടുണ്ട്. എടാ, നിങ്ങൾ നെഗറ്റീവ് അടിക്കും. ഡയഫ്രം ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ എടുക്കുകയാണെ, ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവരും എന്ന് വെച്ചാൽ ഡയഫ്രത്തിന്റെ ഓൾറെഡി ഉള്ള പൊസിഷൻ ആണ് പ്രശ്നം. അത് ബെൻഡ് അല്ല. പലർക്കും അറിയാതൊരു ധാരണ വരും അത് ബെൻഡ് ആവുന്നതല്ല. അത് ഓൾറെഡി അങ്ങനെ ബെൻഡ് ആണ്. അത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ബെൻഡ് ആവുന്നതല്ല. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ഡയഫ്രം ചുരുങ്ങുന്നു. ഇങ്ങനെയുള്ള ഡയഫ്രം ചുരുങ്ങുന്നു, താഴോട്ട് പോകുന്നു. വളവ് അല്പം നിവരുന്നു. അപ്പൊ വാരിയെല്ലിൻ കൂട് അതിങ്ങനെ ഇതാവുമ്പോൾ അതിന്റെ മുകളിലാണല്ലോ വാരിയെല്ല്. അതിങ്ങനെ നമ്മളിപ്പോ ശ്വാസം വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡയഫ്രം അങ്ങോട്ട് താകുന്നു, വാരിയെല്ലാം അങ്ങോട്ട് ഉയരുന്നു. സെറ്റ്. അതെല്ലാവർക്കും കിട്ടും. ഉച്ഛ്വാസം മനസ്സിലാക്കി പഠിച്ചാൽ പരീക്ഷകളെ. അപ്പൊ ഔരസാശയം, ഈ പറഞ്ഞ ശ്വാസകോശത്തിന്റെ ആ ഭാഗം ഔരസാശയം, അതെന്താവും? വ്യാപ്തി വർദ്ധിക്കും. അതല്ലേ നമ്മൾ ഈ ഫിസിക്കൽ ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ നിൽക്കുക. ശ്വാസകോശം വികസിക്കും. അപ്പൊ ഉച്ഛ്വാസം ക്ലിയർ ആണ്. അവിടെ എന്താ സംഭവിക്കുക? വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും. വായു ശ്വാസകോശത്തിലേക്കാണ് പ്രവേശിക്കുക. ഇനി ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. അപ്പൊ വായു പുറത്തേക്ക് പോകുമ്പോൾ നിശ്വാസം ചെറുതാവുകയാണ്, അല്ലെ? അപ്പൊ ഔരസാശയത്തിന്റെ വ്യാപ്തം കുറയുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നു. അപ്പൊ ഡയഫ്രം എന്ത് ചെയ്യും? ഡയഫ്രം ആണ് ഇമ്പോർട്ടന്റ്. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവും. ഡയഫ്രം അങ്ങോട്ട് ആ ബെൻഡ് മോളോട്ട് തന്നെ ആവും. ബെൻഡ് മോളോട്ടാകുമ്പോൾ ശ്വാസകോശം ചെറുതാവും. വാരിയെല്ലിൻ കൂട് താഴുന്നു. സിമ്പിൾ ആയിട്ട് വാരിയെല്ലിൻ കൂട് താഴ്ന്നു. അതുപോലെ തന്നെ വാരിയെല്ല്, അല്ലെ, ആ വാരിയെല്ലൊക്കെ നോർമൽ സ്ഥിതിയിലേക്ക് വരികയാണ്. മറ്റൊന്നെന്താണ്? ആ ഡയഫ്രം ഇങ്ങനെ ആകുമ്പോൾ മുതിർന്ന് വലുതാവും. അതൊക്കെ ഇമാജിൻ ചെയ്ത് മനസ്സിലേക്ക് കയറ്റി പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പട്ടിക, ഒരുപാട് തവണ ചോദിച്ച PYQ വന്ന ഒരു ഏരിയ ആണ്. ഈ പട്ടികയൊക്കെ പഠിച്ചു പോയ ഒരു പരീക്ഷയ്ക്ക് രസകരമായ ചോദ്യം ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെയാണ് ചോദ്യം: നമ്മുടെ അല്ലെങ്കിൽ ഉച്ഛ്വാസ വായുവിലും നിശ്വാസ വായുവിലും, അല്ലെങ്കിൽ നമ്മള് ശ്വസന പ്രക്രിയയില് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുമ്പോഴും പുറത്തോട്ട് വിടുമ്പോഴും തുല്യ അളവിൽ എന്താണ് ഉള്ള ഘടകം ഏത് എന്ന് ചോദിച്ചു. അങ്ങനത്തെ ഒരു ചോദ്യമാണ്. ചോദ്യം എനിക്ക് ഓർമ്മയില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ അളവൊക്കെ പഠിച്ചു പോയി. പക്ഷെ അങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഏതായിരുന്നു അത്? നൈട്രജൻ ആണ്. കാരണം നൈട്രജൻ നമ്മുടെ അന്തരീക്ഷത്തിൽ എത്ര നിങ്ങൾക്ക് അറിയാം. അന്തരീക്ഷത്തിന്റെ വായുവില് ഈ പറയുന്ന ഓരോ മൂലകങ്ങൾ വ്യത്യസ്ത അളവിലുണ്ടല്ലോ. അപ്പൊ പിള്ളേരെ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ എവിടെ പോയാലും എങ്ങനെ പോയാലും നമ്മൾ ഇവിടെയൊക്കെ എയർ നമ്മളിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വായു എടുത്ത് ഉള്ളോട്ട് ഇടുക. അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഉച്ഛ്വാസ വായു നിശ്വാസ വായു പറയുന്നത്. ഉച്ഛ്വാസത്തിൽ ഉള്ളോട്ട് എടുക്കുമ്പോൾ ഓക്സിജൻ നമ്മൾ 21% ഉള്ളത് മൊത്തം നമ്മൾ കൊണ്ട് വലിച്ചെടുക്കും. ഓക്കെ, അറിയുന്നവർ അന്തരീക്ഷത്തിലെ ആ അളവുകളൊക്കെ ഒന്ന് കറക്റ്റ് ടൈപ്പ്. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പൊ അന്തരീക്ഷത്തിലെ 78% നൈട്രജന് നമ്മൾ ഇത് 78 കേട്ടുന്നു, ഓക്സിജൻ 21 ഉള്ളോട്ട് എടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കൃത്യമായിട്ട് ഇതാ പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം. 0.04 കാർബൺ ഡൈ ഓക്സൈഡ്. ജലബാഷ്പം എത്രയെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിക്കുക. 0.96 ആണ് ജലബാഷ്പം. 1% പോലും ഇല്ല. നമ്മളിതാ നല്ല അന്തരീക്ഷത്തിൽ ഈർപ്പുള്ള മഞ്ഞുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ സമയമൊന്നും അല്ല കേട്ടോ. അത് നോർമൽ ഒരു സ്ഥിതിയിലാണ് പറയുന്നത്. നമ്മൾ ജലബാഷ്പം ഉള്ളോട്ട് എടുക്കുമ്പോൾ എത്രയാണ് നമ്മൾ ഉള്ളോട്ട് വരുന്നത്? 0.96, 1% പോലും ഇല്ല. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡോ 0.04%. ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ച കാർബൺ ഡൈ ഓക്സൈഡ് ജലബാഷ്പം ഉള്ളോട്ട് സെറ്റ്. ഇനി ഓക്സിജൻ നമ്മൾ 21 എടുത്തു. 21% നമ്മുടെ ഈ പറയുന്ന
നിശ്വാസ വായു ഉച്ഛ്വാസ വായുവിൽ നമ്മൾ ഈ ഘടകമായ ഓക്സിജൻ എടുത്തു. 21 നമ്മൾ ശരീരം എടുക്കുമോ, ശരീരത്തിനുള്ളോട്ട് എടുക്കുമോ? ഇല്ല. നമ്മൾ തിരിച്ചു വിടുമ്പോൾ 15% ആണ് എന്ത് തിരിച്ചു വിടുക, ബാക്കി നമ്മൾ എടുക്കൂ. അപ്പൊ 21%-ൽ 15% നമ്മൾ തിരിച്ച് നിശ്വാസവായുവില് ഉണ്ടാവും. നിശ്വാസവായുവില് പഠിച്ചു വെക്കുക 15%. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ 0.04 അല്ലേ ഉള്ളോട്ട് എടുത്തത്. ഇതാ കൃത്യമായിട്ട് പഠിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഉള്ളോട്ട് കുറച്ചേ കൊണ്ടുപോയെങ്കിലും ഉള്ള ബാക്കി വരുന്ന വേസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ നമ്മൾ നിശ്വാസവായുവിലേക്ക് കൂടെ അടിച്ചുവിടും. അപ്പൊ എത്രയായത്? 4%. നോക്കൂ, ഇവിടെ മാത്രം അന്തരീക്ഷത്തിന് മെച്ചമുണ്ട് ആലോചിക്കുക. ഉള്ളോട്ട് എടുക്കുന്നത് 0.04 ആണെങ്കിൽ തിരിച്ചുവിടുന്നത് 4 കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കണം. നെഗറ്റീവ് പഠിക്കാതെ റിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഓക്സിജൻ ഉള്ളോട്ട് 21%, പുറത്തു വിടുമ്പോൾ 15% നിശ്വാസവായു. നൈട്രജൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നിങ്ങൾ സെറ്റ് ആക്കി വെച്ചല്ലേ, സെയിം ആക്കി വെച്ചു. ഒരു ചോദിച്ചു കേട്ടോ, നൈട്രജനെ കുറിച്ച് PYQ. അതുപോലെ ഞാൻ പറഞ്ഞു ജലബാഷ്പം 0.96, ജലബാഷ്പം 0.96 അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് 0.04 ഉള്ളോട്ട് എടുത്തു, പുറത്തു വിട്ടത് 4. ജലബാഷ്പം 0.96 ഉള്ളോട്ട് എടുത്തു, പുറത്തു വിടുന്നോ 3 അല്ലെ. അത് രണ്ടും മെച്ചുള്ള പരിപാടി ആലോചിക്കുക, ആർക്ക്? നമുക്കല്ല, അന്തരീക്ഷത്തിലേക്ക്. അപ്പം 0.96 ജലബാഷ്പം ഉള്ളോട്ട് എടുത്തിട്ട് അത് 9.6 ഒക്കെ ഉള്ളോട്ട് 3 കണക്ട് ചെയ്യാൻ പറ്റും. 9.63 അങ്ങനെ ഒരു ബന്ധമുണ്ട് അല്ലെ. 9.63 ഒരു ബന്ധമില്ല, അങ്ങ് പറഞ്ഞതാ. 0.96 ഉള്ളോട്ട് എടുത്തു, വിട്ടത് 3. അപ്പൊ 9.63. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസ് സുഖ പഠിക്കാൻ. 0.04 എത്ര? 4. കണ്ടോ, ഒരു ബന്ധമുണ്ട്. രസമായിട്ട് അങ്ങ് ബന്ധം ഉണ്ടാക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ശ്വസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ജീവികളെ കുറിച്ച് SCERT പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ ചോദിച്ചാലോ. മണ്ണിര ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം, അവിടെ ശ്വാസകോശമൊന്നുമില്ല, ഈർപ്പമുള്ള ത്വക്കാണ്. മത്സ്യമാണെങ്കിൽ ശകുലങ്ങൾ അഥവാ ചെകിളപ്പൂക്കളാണ്. തവളയ്ക്കാണെങ്കിലോ കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശമുണ്ട്, വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്കാണ്. അപ്പൊ തവള കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതായതുകൊണ്ട് കരയിലിരിക്കുമ്പോൾ ശ്വാസകോശമുണ്ട്, വെള്ളത്തിലായിരിക്കുമ്പോൾ ത്വക്ക്. ഈ ചെകിളപ്പൂക്കളാണ് മത്സ്യത്തിന്, ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയ്ക്ക്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബുക്ക് ലെങ്സ്. ഒരുപാട് തവണ മുൻകാലങ്ങളിലൊക്കെ ഒരു 5-8 കൊല്ലം മുമ്പുള്ള PYQ ചോദിച്ചിരുന്നു ബുക്ക് ലെങ്സ് കേട്ടോ. മറന്നു പോകണ്ട, ചിലന്തി ബുക്കാണ്, ബുക്ക് ലെങ്സ്. അഥവാ ശ്വസനം, റെസ്പിറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം. സസ്യങ്ങളുടെ ശ്വസനത്തെ കുറിച്ച് 2-3 ചെറിയ പോയിന്റ് SCERT ഇതാ ഈ ഒരു ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലകളിലും ഇളം കാണ്ഡങ്ങൾ, ഇല എന്നല്ല കേട്ടോ, ഇലകളിലും ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ PYQ ആണ്. ചോദിക്കാറുണ്ട്, ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയില്ല, നിങ്ങൾ പഠിക്കണേ. സ്റ്റൊമാറ്റ എന്നാ ചോദിക്കുക, ചിലപ്പോൾ മലയാളത്തിലല്ല, ആസ്യരന്ധ്രമല്ല, സ്റ്റൊമാറ്റ എന്ന് ചോദിക്കും മംഗ്ലീഷിലാക്കിയിട്ട്. അപ്പോ ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ വഴിയാണ് വാതക വിനിമയം നടക്കുന്നത്. നമ്മുടെ സസ്യങ്ങളുടെ ഇലകളില് ഈ പറയുന്ന സൂക്ഷ്മങ്ങളായ സുഷിരങ്ങളുണ്ട്. ഇലകളിലെ ഇളം കാണ്ഡങ്ങളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ വഴിയാണ് സസ്യങ്ങളുടെ ശ്വസനം നടക്കുക. സ്റ്റൊമാറ്റ ആസ്യരന്ധ്രങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സസ്യങ്ങൾ ശ്വസിക്കുമ്പോഴുള്ള വാതകം ഏതാണെന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിള്ളേരെ 2 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. 2 ചോദ്യമല്ല, ടോട്ടലായിട്ട് ഇതാ ഈ ഒരു 2 ചോദ്യം സിമ്പിൾ ആണ്. ഇതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. നിങ്ങൾക്ക് തരുന്ന ചോദ്യം ഞാൻ വേറെ തരാം. ഇത് SCERT ചോദിക്കുന്ന ചോദ്യമാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ കൂട്ടം ഏതാണ്? ആട്, കുതിര, കാക്ക, പ്രാവ്. സസ്യാഹാരിയാണോ? ഈ കാക്ക അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം. ആടും കുതിരയും കാക്കയും അവിടെ മനസ്സിൽ പെൻഡിങ്ങിൽ വെച്ചോ, ഒരു പരീക്ഷ ആളാണെങ്കിൽ. ബിയിലേക്ക് പോവാ. പുലി, കഴുകൻ, ആന. അവരൊരിക്കലും വരില്ല. ആനയും കഴുകനും പുലിയും പല്ലിയും ഒക്കെ അല്ലെ. മാംസാഹാരിയാണോ? അല്ല. അപ്പൊ ഇതല്ല. മനുഷ്യൻ, കോഴി, കുരങ്ങൻ, മയില്. അപ്പൊ എന്താണ്? അവിടെ നമുക്ക് കോഴിയൊക്കെ ഈ പറഞ്ഞ എല്ലാ, നിങ്ങളൊരു ഞാഞ്ഞൂലിനെയോ അല്ലെങ്കിൽ ലാർവകളെ കുറിച്ചിട്ടൊക്കെ പോയി തിന്നില്ലേ? മനുഷ്യൻ തിന്നൂലേ, കുരങ്ങൻ തിന്നൂലേ, എല്ലാം തിന്നു. അപ്പൊ മിശ്രാഹാരിയാണ്. അപ്പൊ ഇത് ശരിയാണ്, ശരിയായ കൂട്ടം മിശ്രാഹാരിയാണ്. ഇവിടെ സസ്യാഹാരി എന്ന് പറഞ്ഞ കാക്കേനെ കൊടുത്തോണ്ട് ഇതും വരില്ല. താഴെ പറയുന്ന അവയവങ്ങളിൽ ഏതിലാണ് ദഹനം പൂർത്തിയാകുന്നത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ഇതുവരെ പഠിച്ചല്ലേ, വായി, ചെറുകുടൽ, വൻകുടൽ, ആമാശയം. ദഹനം പൂർത്തിയാകുന്നത് എല്ലാവരും 2 എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തേ. അതുപോലെ പറ്റുന്നവരെല്ലാവരും 2 എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. 8 2 എന്ന് പറയുക, കമന്റ് ചെയ്യുക. 8. അടുത്ത 8 ആണേ. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കുക. ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക,
പോഷകഘടകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂലേ? ഞാൻ വായിക്കണ്ടല്ലോ. ഓക്കെ, വായിച്ചു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഏതാണ് വരാത്തത്? അടുത്തത് 9 എന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ 4 ചോദ്യം ചോദിക്കുന്നത്. 1, 2, 9, 8, 9. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം. പല്ലുകൾക്ക് 9. നോക്കൂ 10ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്തികൂടങ്ങളുടെ എണ്ണം. ഇത് ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടല്ല, ഞാൻ ചുമ്മാ ബയോളജി ആയതുകൊണ്ട് ചോദിച്ചാണ്. 10ാമത്തെ ചോദ്യം ഒരു PYQ ആണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? 10, 9, 8, 2 അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് 4 ചോദ്യങ്ങൾ ആൻസർ കമന്റ് ചെയ്യും. നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യും. അടുത്ത ചാപ്റ്റർ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. നമ്മൾ പ്രോപ്പറായിട്ട് 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് SCRT സീരീസ് ഒക്കെ ഇഷ്ടമാണ്, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും കേട്ടോ. എല്ലാവരോടും പറയാം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ. വരാൻ പോകുന്ന കാലങ്ങളിലെ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടും, എല്ലാ പരീക്ഷയ്ക്കും. അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.